അഗിൻ തിരക്ക് കൂടുന്നുണ്ടോ? ഒരു പോളിംഗിലെ മന്ദഗതി അണികൾക്ക് അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾക്ക് മുന്നണികൾക്കൊക്കെ ഒരു അല്പം ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടോ ഇപ്പോൾ? ഈ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് സാധാരണഗതിയിൽ ചില ഘട്ടങ്ങളിലൊക്കെ പോളിംഗ് കുറയാറുണ്ട്. അത് നമ്മൾ വയനാട്ടിൽ കണ്ടിരുന്നു, അതോടൊപ്പം തന്നെ ചേലക്കരയിലും ഒക്കെ കണ്ടിരുന്നു. ഇപ്പോൾ പറക്കുന്നം സ്കൂളിലെ ബൂത്താണിത്. ഇവിടെ ഈ ബൂത്തുകളിൽ വലിയ തിരക്ക് കാണാൻ കഴിയുന്നുണ്ട്. മുൻമന്ത്രിയും അതോടൊപ്പം തന്നെ CPM നേതാവുമായിട്ടുള്ള AK ബാലൻ ഉൾപ്പെടെയുള്ളവർ വോട്ട് ചെയ്യാൻ നിൽക്കുകയാണ്. എങ്ങനെയുണ്ട്, തിരക്കുണ്ടോ? വോട്ട് ഇങ്ങനെ നല്ല തിരക്ക് കാണുന്നുണ്ടല്ലോ. കഴിഞ്ഞിട്ട് പറയാം. ഇത് കഴിഞ്ഞ ശേഷം കാര്യങ്ങൾ വിശദീകരിക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും തിരക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ബൂത്തുകളിലൊക്കെ തന്നെ വലിയ തിരക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 40,000-ലേക്ക് പോളിംഗ് 40,000 പേർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പോളിംഗ് പെർസെൻറ്റേജ് ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. പ്രത്യേകിച്ചും ഇത്തരത്തിൽ നിർണായക പോരാട്ടം നടക്കുന്ന ഇത്തരം മണ്ഡലങ്ങളിൽ 2 ബൂത്തുകളാണ് ഇവിടെ ഉള്ളത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള നിരീക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. കുറെ നേരം വരാൻ തുടങ്ങിയിട്ട് എങ്ങനെയാണ്? ഇല്ല, ഇതിപ്പോ വന്നോളൂ. എത്രാമത്തെ വോട്ടാ ഇത്? ഓർമ്മയില്ല, വർഷങ്ങളോളായി. ഇതിനുശേഷം ഭക്ഷണമൊക്കെ കഴിച്ചോ? ഇപ്പോൾ 10 മണിയായല്ലോ. കഴിച്ചിട്ടല്ലോ വന്നത്. കുറെ നേരമായോ നിൽക്കാൻ? അല്ലല്ല, ഒരു 5 മിനിറ്റ് ആയിട്ടുള്ളൂ. തിരക്ക് ഉണ്ടോ? എങ്ങനെയാ ഇപ്പോൾ ഈ സാധാരണഗതിയിൽ ഈ സമയത്താണോ വോട്ട് ചെയ്യാൻ? ഞാനൊരു 11 മണിക്ക് എപ്പോഴും വരാറ്. ഇന്ന് അതിൽ കൂടുതൽ തിരക്കുണ്ട്. നമ്മൾ പോയപ്പോഴും പല ബൂത്തുകളിലും നീണ്ട നിര കാണാൻ കഴിയുന്നുണ്ട്. എങ്ങനെയാണ് തിരക്ക്? സാധാരണ ഇത്ര തിരക്കൊക്കെ ഞാൻ വരുമ്പോൾ ഉണ്ടാകാറ്. ഇതിന് ശേഷം ഇനി എന്തെങ്കിലും വേറെ വോട്ട് ചെയ്തിട്ട് പോകാനാണ് അല്ലേ? ജോലിക്ക് പോകണം. ശേഷം വർക്കുണ്ട്, പുറത്ത് പോകണം. അത്തരത്തിൽ കൂടുതൽ പുരുഷ വോട്ടർമാരാണ് നിലവിൽ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സ്ത്രീ വോട്ടർമാരും പുരുഷ വോട്ടർമാരും പ്രത്യേക ക്യൂ ഉണ്ട്. അവരൊക്കെ തന്നെ വോട്ട് ചെയ്യാൻ നിൽക്കുകയാണ്. ഇത്തരത്തിൽ നേരത്തെ സൂചിപ്പിച്ച് വന്നതുപോലെ 1,94,706 വോട്ടർമാരാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ആകെ ഉള്ളത്. അതിൽ എത്ര പേർ വോട്ട് ചെയ്യും എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ രാവിലെ പല മുന്നണികളും ഈ പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞാലും അല്ലെങ്കിൽ കൂടിയാലും ഒന്നും തങ്ങൾക്ക് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല.